ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 78ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? നിന്നോടല്ലേ എന്നെ ഉമ്മ വെക്കണ്ടെന്ന് പറഞ്ഞ്? ഞാൻ വയ്ക്കും. അവൻ വീണ്ടും അത് തന്നെ ചെയ്തു. അപ്പോൾ വർണ്ണയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. വേണ്ട വേണ്ട വേണ്ട, അവൾ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട തത്തൻ കുസൃതിച്ചിരിയോടെ അവളുടെ മേൽ ഇരു കൈകളും കുത്തി നിന്നു. വേണ്ട? അവൻ സംശയത്തോടെ ചോദിച്ചു. വേണ്ടെന്നല്ലേ പറഞ്ഞ്? ഇല്ല, വേണം. അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു വന്നു. ഞാൻ സമ്മതിക്കില്ല, അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് നിന്റെ സമ്മതം വേണ്ട കുഞ്ഞെ, നീ എൻ്റെ അല്ലേ. അപ്പം നീ എൻ്റെ സ്വന്തമാണ്, എൻ്റെ മാത്രം. ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തും വർണ്ണ ഒന്ന് ഉയർന്നു പൊങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഒഴുകി നടന്നു. വർണ്ണ അവൻ്റെ പിൻകഴുത്തിൽ അമർത്തി പിടിച്ചു. ദത്ത, വേണ്ട പ്ലീസ്, അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ദത്തൻ തല ഉയർത്തി അവളെ നോക്കി. എന്താടാ വയ്യേ? പെട്ടെന്ന് ദത്തൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി. ഒന്നുമില്ല, മഴ കൊണ്ട് കാരണം എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അവളും അവൻ്റെ കൂടെ എണീറ്റിരുന്നു. വാ, തണുപ്പത്തിരിക്കണ്ട. ദത്തൻ അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തിയ ശേഷം ഫോൺ എടുത്ത് അവൻ പുറത്തേക്ക് നടന്നു. ധ്രുവിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ റൂമിലിരിക്കുന്ന ടാബ്ലറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഒപ്പം ഒരാക്കിച്ചിരിയും. ദത്തൻ അവൻ പറഞ്ഞ മരുന്നും വെള്ളവും എടുത്ത് റൂമിലേക്ക് നടന്നു. ദത്തൻ തന്നതുകൊണ്ട് മറുത്തൊന്നും പറയാതെ അവൾ അത് കഴിച്ചു. ദത്തൻ ഡോർ അടച്ച് അവളുടെ അരികിൽ വന്ന് കിടന്നു. അവൾക്ക് പുതപ്പ് കൊണ്ട് പുതച്ചു കൊടുത്ത് അവളും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് പിടിച്ച് കിടന്നു. മുഖത്ത് വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടപ്പോഴാണ് വർണ്ണ പതിയെ കണ്ണു തുറന്നത്. അവൾ പുതപ്പ് മാറ്റി ബെഡിൽ എണീറ്റിരുന്നു. തൻ്റെ കഴുത്തിലും നെറ്റിയിലും സ്വയം തൊട്ടു നോക്കി. ഏയ്, പനിയൊന്നുമില്ലല്ലോ, പിന്നെന്തൊക്കെ അവൾ ഇത്രയും ചൂട്? അവൾ സംശയത്തോടെ അടുത്ത് കിടക്കുന്ന ദത്തനെ നോക്കി. അവൻ അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് കണ്ട് വർണ്ണ അവനെ തട്ടിപ്പിടിച്ചു. നല്ല ചൂട്. ദത്ത, ദത്ത, അവൾ അവനെ വീണ്ടും കുലുക്കി വിളിച്ചതും അവൻ ആയാസപ്പെട്ട് കണ്ണു തുറന്നു. എന്താ ദത്ത, വയ്യേ നിനക്ക്? നല്ല ചൂടുണ്ടല്ലോ, അവൾ പേടിയോടെ ചോദിച്ചു. മഴ കൊണ്ടത് കാരണ, നാളേക്ക് മാറിക്കോളും, നീ കിടന്നോ, ദത്തൻ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. വർണ്ണ ബെഡിൽ നിന്നും ഇറങ്ങി ഡോർ തുറന്ന് അടുക്കളയിലേക്ക് വന്നു. ഒരു പാത്രത്തിൽ ഗ്യാസിൽ വെള്ളം വെച്ചു. അതിലേക്ക് കുരുമുളക്, ഇഞ്ചി, ശർക്കരയും കാപ്പിപ്പൊടിയും ഇട്ട് തിളപ്പിച്ചു. അതരിച്ചൊരു ഗ്ലാസ്സിലേക്ക് ആക്കി റൂമിലേക്ക് നടന്നു. ദത്ത, എണീക്ക്, ഇത് കുടിക്ക്. വർണ്ണ അവനെ എണീപ്പിച്ച് ബെഡ് റെസ്റ്റിലേക്ക് പിടിച്ചിരുത്തി. ദത്തൻ അത് വാങ്ങി ഒറ്റയടിക്ക് കുടിച്ചു. ദത്തൻ വർണ്ണയ്ക്ക് തിരികെ കൊടുത്ത് അവൻ ബെഡിലേക്ക് തന്നെ കിടന്നു. അവൾ ഗ്ലാസ് ടേബിളിന് മുകളിലേക്ക് വെച്ച് പുതപ്പ് കൊണ്ട് അവനെ പുതപ്പിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ്റെ അരികിൽ വന്ന് കിടന്നു. അടുത്ത് കിടക്കേണ്ട കുഞ്ഞെ, നിനക്കും പകരും. ദത്തൻ അവളിൽ നിന്നും കുറച്ച് നീങ്ങി കിടന്നു. ഇല്ല ദത്ത, പകരില്ല. വർണ്ണ അവൻ്റെ അരികിലേക്ക് നീങ്ങി. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീങ്ങി കിടക്കാൻ പറഞ്ഞാൽ നീങ്ങി കിടക്ക, അല്ലാതെ പകരോ ഇല്ലയോ എന്ന് പറയാൻ നീ ഡോക്ടറൊന്നുമല്ലല്ലോ. ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അവൾ അനുസരിക്കില്ല എന്ന് ദത്തനും അറിയായിരുന്നു. എന്നാൽ അവൾ മാറില്ല എന്ന രീതിയിൽ തല ചരിപ്പിച്ചു കൊണ്ട് അവനിലേക്ക് ചേർന്ന് കിടന്നു. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല പറഞ്ഞ, നീ നീങ്ങി കിടന്നില്ലെങ്കിൽ ഞാൻ അടുത്ത റൂമിൽ പോയി കിടക്കും, അത് വേണാ? ദത്തൻ അത് പറഞ്ഞതും വർണ്ണയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. നീ എന്നെയും വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട, വയ്യാത്തതല്ലേ, മര്യാദയ്ക്ക് മിണ്ടാണ്ട് കിടന്നുറങ്ങാൻ നോക്ക്, അവൻ്റെ ഒരു ഭീഷണി. അത് പറഞ്ഞ് വർണ്ണ ഇരുക്കൈകൾ കൊണ്ടും അവനെ തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. വർണ്ണയുടെ ഭാഗത്തു നിന്ന് കരച്ചിലോ പിണക്കോ പ്രതീക്ഷിച്ച ദത്തൻ ശരിക്കും ഞെട്ടി. സാരല്ല ഏട്ടാ, നാളേക്ക് പനി വേഗം മാറും, ഞാൻ കൂടെയില്ലേ, എൻ്റെ ദത്തൻ ഉറങ്ങിക്കോ. അവൻ്റെ പുറത്ത് തട്ടി വർണ്ണ പതിയെ ആട്ടിക്കൊടുത്തു. ഒരു നിമിഷം ദത്തൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ക്ഷീണം കൊണ്ട് ദത്തൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു തുടങ്ങി. വർണ്ണയുടെ ഹൃദയതാളം കെട്ട് അവൻ ഉറങ്ങി. വർണ്ണ ഒരമ്മയെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന പോലെ അവനെ ചേർത്ത് പിടിച്ചു കിടന്നു.
കുറച്ചു കഴിഞ്ഞ് ദത്തൻ വല്ലാതെ വിറക്കാൻ തുടങ്ങി. അവൾ അവൻ്റെ തല പതിയെ ബെഡിലേക്ക് വെച്ച ശേഷം എഴുന്നേറ്റ് കബോർഡിൽ നിന്നും ഒരു പുതപ്പ് കൂടെ കൊണ്ടുവന്ന് പുതപ്പിച്ചു. ശേഷം അവൻ്റെ കൈയും കാലും എല്ലാം ഉരസി ചൂടാക്കാൻ ശ്രമിച്ചു. എങ്കിലും തണുപ്പ് വിട്ടുമാറില്ല എന്ന് മനസ്സിലായതും വർണ്ണ അവൻ്റെ ടീഷർട്ടിനുള്ളിലൂടെ നുഴഞ്ഞു കയറി. അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് ഉരസി ചൂട് പടർന്നു. അവൻ്റെ തണുപ്പ് മരയിച്ച കൈകൾ എടുത്ത് അവളുടെ ടോപ്പിലെ നഗ്നമായ വയറിലേക്ക് ചേർത്ത് പിടിച്ചു. പതിയെ അവളുടെ ചൂട് ദത്തനിലെ തണുപ്പിനെ ഇല്ലാതാക്കി. അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ദത്തൻ കണ്ണു തുറക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന വർണ്ണയാണ് കണ്ടത്. അവനൊരു പുഞ്ചിരിയോടെ തൻ്റെ കൈ ചേർത്ത് വെച്ചിരിക്കുന്ന അവളുടെ വയറിൽ ഇക്കളിയാക്കി. വർണ്ണ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. എടി കള്ളിപ്പെണ്ണെ, എണീക്കിടി. ദത്തൻ വീണ്ടും അവളുടെ വയറിൽ ഇക്കളിയാക്കിയതും ദത്തൻ വർണ്ണ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. 2 സെക്കൻഡ് കഴിഞ്ഞാണ് അവൾക്ക് സ്ഥലകാലബോധം വന്നത്. അവൾ നേരെ തിരിഞ്ഞ് ദത്തൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പം എങ്ങനെയുണ്ട് ദത്ത, പനി കുറഞ്ഞാ? വർണ്ണ പരിഭ്രമത്തോടെ അവൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. പനി ക്ഷീണമെല്ലാം മാറിയടാ. ദത്തൻ നെറ്റിയിൽ വെച്ചിരിക്കുന്ന വർണ്ണയുടെ കൈയെടുത്ത് ഉള്ളം കൈയിൽ ഒരു ഉമ്മ വെച്ചു. ഞാൻ പേടിച്ചു പോയി ദത്ത. പെട്ടെന്ന് എന്താ ചെയ്യാ, വയ്യാതെയായ നമ്മൾ ആരെയെ വിളിക്കുക? പുറത്താണെങ്കിൽ നല്ല മഴയും. വർണ്ണയുടെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു നിന്നിരുന്നു. എൻ്റെ കുട്ടി ദത്തനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടന്നപ്പോൾ എൻ്റെ പനിയെല്ലാം മാറിയല്ലോ, പിന്നെ എന്തിനീ ടെൻഷൻ? ദത്തൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് കിടന്നു. മാറിക്ക്, അതിന് നീ എന്നെ ഇന്നലെ വഴക്ക് പറഞ്ഞില്ലേ? അത് പറഞ്ഞ് ദത്തൻ വർണ്ണ അവളുടെ ടീഷർട്ടിനുള്ളിലൂടെ ഊർന്നെണീറ്റു. എങ്ങോട്ടേ ഈ അതിരാവിലെ എൻ്റെ കുഞ്ഞി പെണ്ണ് ഓടിപ്പോണേ? ഇവിടെ കിടക്കടി. ദത്തൻ അവളെ വലിച്ച് ബെഡിലേക്ക് തന്നെ ഇട്ടു. ദത്ത, ധ്രുവി എന്നാ വരിക? അവർ നാളെ വരുള്ളോ? അവൻ അവളുടെ നെറുകയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെള്ള അലർജിയാന്ന്? ഞാനില്ല. ഇങ്ങനെ മടി പാടില്ലാട്ടാ. നീ വന്നില്ലെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുപോയി വെള്ളത്തിലിടും. ഷോ, എന്ത് കഷ്ടമായത്. ഇന്നലെ നിനക്ക് പനി വന്നതല്ലേ ഉള്ളൂ ദത്ത. കുളത്തിൽ കുളിച്ച വീണ്ടും പോയവന് തിരികെ വരും. പനിയൊന്നും വരില്ല. നീ വന്നാൽ തന്നെ ഞാൻ സഹിച്ചു. നീ വരുന്നുണ്ടല്ലേ? ദത്തൻ അവസാനമായി ചോദിച്ചു. തണുക്കുവോ? ഇല്ലടാ, വെയിലല്ലേ, അതുകൊണ്ട് വെള്ളവും ചൂടായിരിക്കും. ശരി, എന്നാ ഞാൻ വരാം. നീ കിഴി എടുത്തിട്ട് വാ. വർണ്ണ ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. ദത്തൻ ധ്രുവിയെ വിളിച്ച് കീ എവിടെയാണെന്ന് അന്വേഷിച്ച് തോർത്തും കീയുമായി വന്നു. വർണ്ണ ഊഞ്ഞാലിൽ ചമ്രം പടിഞ്ഞിരുന്ന കാര്യമായ എന്തോ ആലോചനയിലായിരുന്നു. പോവാം. ദത്തൻ അവളുടെ അരികിലേക്ക് വന്നു. എടുക്കുവോ? അവൾ അവന് നേരെ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു. അയ്യടി, ചെറിയ കുട്ടിയല്ലേ എടുക്കാൻ. എണീറ്റ് നടക്കടി മടിച്ച്. എന്നാ ഞാൻ ഇല്ല, നീ പോയിട്ട് വാ. ആ ശരി, ഞാൻ പോവാ. ദത്തൻ തന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നതുകൊണ്ട് വർണ്ണ നോക്കിയിരുന്നു. അവൻ മെയിൻ ഡോറിൻ്റെ അരികിലെത്തിയതും വർണ്ണ അവന് പിന്നാലെ പോവാൻ എണീറ്റുവെങ്കിലും ദത്തൻ തിരിയുന്നത് കണ്ട് അവൾ അതേ ഇരിപ്പ് പോലെ ഊഞ്ഞാലിലേക്ക് ഇരുന്നു. വാ. ദത്തൻ അവളെ ആ അരികിലേക്ക് നടന്നു വന്ന് എടുക്കാനായി കൈ നീട്ടി. ഞാൻ മടിച്ചല്ലേ, ചെറിയ കുട്ടിയൊന്നല്ലല്ലോ എടുത്ത് നടക്കാൻ. വർണ്ണ അവനെ നോക്കി ചോദിച്ചു. ദത്തൻ ഉറക്കെ ചിരിച്ചു. ആരാ പറഞ്ഞേ? ഈ കുഞ്ഞിപ്പെണ്ണ് എന്നും ദത്തൻ്റെ കുഞ്ഞു മോളല്ലേ. അത് പറഞ്ഞ ദത്തൻ അവളെ ഉയർത്തിയെടുത്തു. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്നെ താഴെ ഇറക്കിക്കോ, ഞാൻ നടന്നോളാം. അല്ലെങ്കിൽ ഈ എടുത്ത് നടക്കുന്ന കോൾഡ് സ്റ്റൈലാണ്. അത് പറഞ്ഞ് വർണ്ണ അവൻ്റെ കയ്യിലെ തോർത്ത് വാങ്ങി തലയിൽ ചുറ്റി. ശേഷം കൈയും വീശി മുന്നിൽ പോയി നോക്കി അവൻ തലയ്ക്ക് കൈവച്ചു. നട്സ് പോയി സ്ക്വയറെല്ലാം പോയി നിൽക്കാതെ ഫോളോ മീ ദത്ത. അവൾ വാതിലിനരികിലേക്ക് എത്തിയതും ദത്തനെ നോക്കി പറഞ്ഞു. കയ്യിലെ കീ വിരലിൽ കറക്കി ദത്തൻ അവൾക്കൊപ്പം കുളത്തിനരികിലേക്ക് നടന്നു. ദത്തൻ കയ്യിലെ കീ ഉപയോഗിച്ച് കുളത്തിലെ വാതിൽ തുറന്നകത്തേക്ക് കയറി. പിന്നാലെ വർണ്ണയും. ആകാശം പോലെ തിളങ്ങുന്ന വെള്ളം. അതിൻ്റെ നടുവിലായി പല നിറത്തിലുള്ള ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്നു. അത് നോക്കി വർണ്ണ കൽപ്പടവിലേക്ക് ഇരുന്നു. നമുക്കിങ്ങനെ ഒരു കുളം കുത്തിയാലോ ദത്ത? വർണ്ണ ഒന്ന് ആലോചിച്ചുകൊണ്ട് ചോദിച്ചു.
കുളിക്കാത്ത നിനക്കെന്തിനാ കോളം? ദത്തൻ ഷർട്ട് ഊരി കൽപ്പടവിലേക്ക് വെച്ച് മുണ്ട് മടക്കി കുത്തി വെള്ളത്തിലേക്ക് ഇറങ്ങി. അതിന് കുളത്തിലാര് കുളിക്കണു? നമുക്കതുപോലെ ആമ്പൽ വളർത്താനാ. ഇവരെന്തിനു ഇത്ര ദൂരെ കൊണ്ടുപോയി നട്ടിരിക്കണേ? ഇവിടെ നട്ട എങ്ങനെ കുളിക്കുക? അതാ ദൂരത്ത് നട്ടിരിക്കണേ. ആണോ? വായിറങ്ങാം. ദത്തൻ അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ടു പറഞ്ഞു. വർണ്ണ എണീറ്റ് അവൻ്റെ കയ്യിൽ പിടിച്ച് വെള്ളത്തിലേക്ക് കാലിട്ട് നോക്കി. ഈ വെള്ളത്തിന് അധികം ചൂടില്ലല്ലോ. ഇനി ചൂടുവാണെങ്കിൽ എൻ്റെ കുട്ടി പോയി ഹീറ്ററിൽ കുളിച്ചോ. അത് പറഞ്ഞ് അവളുടെ കയ്യിലെ പിടിവിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. ദത്ത, അകലേക്ക് പോവല്ലേ, നല്ല ആഴമുള്ള കൊള, അവൾ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ദത്തൻ മുന്നോട്ട് നീന്തി വെള്ളത്തിലേക്ക് മുങ്ങി. ദത്തൻ വെള്ളത്തിൽ താഴ്ന്നതോ ഉയർന്നോ നോക്കി. വർണ്ണ കൽപ്പടവിൽ തന്നെ ഇരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് വെള്ളത്തിലേക്ക് താഴ്ന്ന ദത്തൻ ഉയർന്നില്ല. ദത്ത, വെറുതെ കളിക്കണ്ട, എൻ്റെ അടുത്തേക്ക് വാ, അവൾ കൽപ്പടവിലിരുന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ ദത്തൻ്റെ ഭാഗത്തൊന്നും ഒരനക്കവും ഇല്ല. ദത്ത, ദത്ത, അവൾ ഉറക്കെ വിളിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. കഴുത്തോളം വെള്ളമായതും അവളുടെ തൊട്ടു മുന്നിലായി ദത്തൻ ഉയർന്നു പൊങ്ങി. ഒപ്പം കയ്യിലൊരു നീല അമ്പൽ കൂടി ഉണ്ടായിരുന്നു. ദത്തനെ കണ്ടതും അവളുടെ നിറഞ്ഞ മിഴികളിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകി. എന്തിനാണ് കരയണേ? വെള്ളത്തിൻ്റെ അടിയിലായ കാരണം വർണ്ണ വിളിച്ചതൊന്നും ദത്തൻ അറിഞ്ഞില്ല. വർണ്ണ അവനെ ദേഷ്യത്തിൽ ഒന്ന് നോക്കി തിരിഞ്ഞ് കൽപ്പടവിലേക്ക് കയറി തിരികെ പോവാനായി നിന്നതും ദത്തൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്താ കുഞ്ഞെ, എന്തിനാ നീ കരഞ്ഞേ? ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. എന്താ ഞാൻ വിളിച്ചിട്ട് വിളി കേൾക്കാതെ? ഞാൻ പേടിച്ചു പോയി. സോറിയുടെ പൊന്നെ, ഞാനത് പറിക്കാൻ പോയതല്ലേ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. ദത്തൻ കയ്യിലെ പൂക്കൾ അവൾക്ക് നേരെ നീട്ടിയതും അവൾ ചെറുപുഞ്ചിരിയോടെ അത് വാങ്ങി. മനുഷ്യനെ കുറച്ച് നേരത്തേക്ക് പേടിപ്പിച്ചു. എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല, ഇവിടെ അടുത്താണെങ്കിൽ ആരുമില്ല. അവൾ അത് പറഞ്ഞ് ദത്തൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനൊരു കള്ളച്ചിരിയോടെ നോക്കി നിൽക്കാണ്. വർണ്ണ എന്താ എന്ന രീതിയിൽ പുരുക ഉയർത്തി ചോദിച്ചതും ദത്തൻ കണ്ണുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. വെള്ളത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ട് അവളുടെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിരിക്കുന്നു. അയ്യേ! അവൾ ചൽപ്പോടെ തിരിഞ്ഞ് ഓടാൻ നിന്നതും ദത്തൻ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. എവിടേക്കടി ഓടണേ കള്ളിപ്പെണ്ണെ? അവളുടെ പിന്നിൽ മുഖം ഉരച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്നെ വിടുതാത്ത, ഞാൻ പോവട്ടെ. എൻ്റെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞ് നിഴലടിക്കാൻ തുടങ്ങി, ഞാൻ പോവട്ടെ. അവൻ്റെ കയ്യിൽ കിടന്ന് വർണ്ണ കുതറി. അതിനിപ്പോൾ എന്താ, നമ്മൾ മാത്രമല്ലേ ഇവിടെയുള്ളൂ. അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തേ? അവൻ കളിയോടെ ചോദിക്കുന്നതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളെ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു. കൈയെടുത്തിതത്ത് വെറുതെ കളിക്കല്ലേ. അവൾ അവൻ്റെ കയ്യിൽ പതിയെ തല്ലി. കുഞ്ഞേ, ദത്തൻ അവളുടെ കാതിൽ ആർദ്രമായി വിളിച്ചു. വർണ്ണ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. നിനക്ക് പേടി എന്നെയാണോ അതോ നിന്നെ തന്നെയാണോ? അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ദത്തൻ ചോദിച്ചതും വർണ്ണ ഒന്ന് വിറച്ചു പോയിരുന്നു. എനിക്കോ? എനിക്ക് എന്തിനു പേടി? പതർച്ചയോടെ പറയുന്നതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ ദത്തൻ്റെ മുഖത്തൂടെ ഓടി നടന്നു. തലയിൽ നിന്നും മുടിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ അവളുടെ കവളിനെയും താടിയെയും തഴുകി കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങി. വർണ്ണ ഒന്ന് ഉമിനീരിറക്കി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അവൻ്റെ കണ്ണിലെ മാന്ത്രിക വലയത്തിൽപ്പെട്ട് വർണ്ണയും ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. കിസ് മീ ദേവുട്ടി, അവൻ ആർദ്രമായി അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞതും അവളുടെ ഉടലാകെ ഒന്ന് വിറച്ചു പോയിരുന്നു. വർണ്ണ അവൻ്റെ തോളിലൂടെ കൈയിട്ട് അല്പം ഉയർന്നു പൊങ്ങി അവൻ്റെ അതരങ്ങളിലേക്ക് ചേർന്നു. അവൻ്റെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും വളരെ പതിയെ നുകർന്നെടുത്തു. അവളെ ദത്തൻ ഇരു കൈകൾ കൊണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ അതരങ്ങളുടെ നേർത്ത തണുപ്പിനൊപ്പം അവനിലെ ഉമിനീരും ചൂടും അവളിലേക്ക് പടർന്നു. ശ്വാസം കിട്ടാതെയായതും അവൾ അവനിൽ നിന്ന് അടർന്നു മാറി. അവൻ്റെ നെഞ്ചിലേക്ക് നാണത്തോടെ മുഖം ചേർത്തു. ഒപ്പം അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ദത്തൻ അവളെയും ചേർത്ത് പിടിച്ച് വെള്ളത്തിലേക്ക് മറഞ്ഞു. അവളെ മുഴുവനായി നനച്ച് അവനൊന്ന് ഉയർന്നു പൊങ്ങി. അരയോളം വെള്ളത്തിൽ ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവളുടെ കഴുത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ ദത്തൻ അവൻ്റെ ചുണ്ടുകൊണ്ട് നുകർന്നെടുത്തു.
അത് അവസാനം എത്തി നിന്നത് അവളുടെ തോളിലെ മറുകിലാണ്. അവൻ അവിടെ ഒന്ന് പതിയെ കടിച്ചും പറഞ്ഞൊന്ന് പൊള്ളിപ്പടഞ്ഞു. അവൻ അവിടെ അമർത്തി ചുംബിച്ച് അവളുടെ ടീഷർട്ടിൽ പിടുത്തമിട്ടതും വെള്ളത്തിൽ ശക്തമായി എന്തോ വന്നു വീണു. ഇരുവരും പെട്ടെന്ന് ഞെട്ടി അകന്നു മാറി. തെങ്ങിൽ നിന്ന് തേങ്ങ വെള്ളത്തിലേക്ക് വീണതാണെന്ന് മനസ്സിലായതും ദത്തൻ്റെ മുഖഭാവം കണ്ട് വർണ്ണ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിരിക്കല്ല പെണ്ണെ, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ കൺട്രോളെല്ലാം പോയി കിടക്കുക. ആ വെള്ളത്തിൽ തേങ്ങ വന്ന് വീണില്ലായിരുന്നെങ്കിൽ എല്ലാം കൈവിട്ടു പോയാനെ. ഞാൻ ഹെവി ആയിട്ട് പ്ലാൻ ചെയ്ത എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഈ കുളക്കടവിൽ കടന്നേനെപ്പോൾ. നെഞ്ചിൽ കൈവച്ച് ദത്തൻ പറഞ്ഞതും വർണ്ണയുടെ മുഖഭാവം മാറിയിരുന്നു. മതി കുളിച്ചത്, പോവാൻ നോക്കാം. ബാക്കി കുളി ബാത്റൂമിൽ കുളിച്ചാൽ മതി. ദത്തൻ വേഗം അവളെ പിടിച്ച് കരയിലേക്ക് വെച്ചു. ശേഷം തോർത്ത് മുണ്ടെടുത്ത് അവളുടെ തല തോർത്തി കൊടുത്ത് തൻ്റെ തലയും തോർത്തി വീട്ടിലേക്ക് നടന്നു. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. ഭക്ഷണമെല്ലാം അന്നത്തെ ദിവസം പുറത്തു നിന്നാണ് വരുത്തിച്ചത്. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഊഞ്ഞാലിൽ മലർന്ന് കിടക്കാണ് ദത്തൻ. അവൻ്റെ നെഞ്ചിലെ വർണ്ണയും കിടക്കുന്നുണ്ട്. നീ രാവിലെ പോവില്ലേ ദത്ത? വർണ്ണ സങ്കടത്തോടെ ചോദിച്ചു. ദത്തനും വെറുതെ ഒന്ന് മൂളി. ഞാൻ രാത്രി വരാടാ. പിന്നെ അധിക ദിവസം നിനക്ക് ഇവിടെ നിൽക്കേണ്ടി വരില്ല. തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഉടൻ തന്നെ വന്ന് വിളിക്കും നിന്നെ. പക്ഷെ ഇനി തറവാട്ടിലേക്ക് വരുന്നത് പുതിയ വർണ്ണയായിരിക്കും. അവർ ആരും കാണാത്ത വർണ്ണയായിരിക്കും. അവൾ പറയുന്ന കേട്ട് ദത്തനും ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ മനസ്സിൽ എന്താണെന്ന് മറ്റാരേക്കാൾ നന്നായി ദത്തനും അറിയാമായിരുന്നു. അവർ ഇരുവരും പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. ഒപ്പം പതിയെ ധ്രുവിയുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ദത്തൻ വെച്ചിരുന്ന പാട്ട് അവിടെ ആകെ ഒഴുകി നടന്നു. ഇതന്ന് ധ്രുവിയേട്ടൻ പാർവതി ചേച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണല്ലോ. പാവം ഏട്ടന് ചേച്ചി ഒരുപാട് ഇഷ്ടാ. എൻ്റെ കുട്ടിക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാ? പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാം അറിയാം. ധ്രുവിക്ക് പാർവതി ഇഷ്ടമാണ്, പാർത്തി ആമയും തമ്മിലുള്ള കാര്യം. ഇനി വേറെ എന്തൊക്കെ അറിയാം? ദത്തൻ അവളെ കാലിയാക്കിക്കൊണ്ട് ചോദിച്ചു. ശ്രീയേണ് പൂർണിമ ചേച്ചി ഇഷ്ടാ ദത്ത? ദത്തൻ കളിയായാണ് ചോദിച്ചെങ്കിൽ അവൾ പറയുന്ന കേട്ട് ദത്തൻ ഞെട്ടി എണീറ്റു. നീ എന്തൊക്കെയാ പറയണേ? ശ്രീക്ക് നിമ്മയോട്? അതിന് ചാൻസ് ഇല്ല. നിനക്ക് തോന്നിയതായിരിക്കും. ചിലപ്പോൾ തോന്നലായിരിക്കാം. പക്ഷെ ശ്രീയേട്ടൻ്റെ മുഖത്ത് കുറച്ച് കാലമായിട്ട് വല്ലാത്ത വിഷാദാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നിമ്മി ചേച്ചി വരുന്ന ദിവസം മുതൽ. പിന്നെ ചേച്ചിയെ കാണുമ്പോൾ ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ സംതിങ് ഫിഷ് ദത്ത. വർണ്ണ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. കുറച്ച് പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ ദത്തന് ആ സംശയം ശരിയാണെന്ന് തോന്നിയിരുന്നു. ഇനി ശ്രീക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തി കൊടുക്കണം. അപ്പം അഭിജിത്ത്? അവൻ ആ തറവാട്ടിൽ അധികകാലം ഉണ്ടാവില്ല. അതിനൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. പക്ഷെ അവൻ ഒറ്റയ്ക്ക് പൂട്ടിയ പോരാ, അയാളെ കൂടെ നമ്മുടെ വലയിൽ കൂട്ടണം. അതിന് അഭിജിത്ത് എന്ന ഇര തറവാട്ടിൽ വേണം. നീ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടാ. എൻ്റെ കുഞ്ഞ് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. ദത്തൻ അവളുടെ നെറുകിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഈ പ്രണയ കേസുകളെല്ലാം കറക്റ്റായിട്ട് എങ്ങനെ എൻ്റെ കുട്ടി കണ്ടുപിടിക്കണേ? ദത്തൻ വിഷയം മാറ്റാനായി ചോദിച്ചു. വർണ്ണ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നു. ദത്തൻ പതിയെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് കിടന്നു. നീ അതെത്താ കാരണം? നിന്റെ സ്നേഹം, നിന്റെ കണ്ണിലെ പ്രണയം, അത് കണ്ട എനിക്ക് മറ്റുള്ളവരെ മനസ്സിലാവുന്നേ. പക്ഷെ ഓരോരുത്തരുടെയും കണ്ണിലെ ഭാവങ്ങൾ വേറെ വേറെയാണ്. കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷം വർണ്ണ തല ഉയർത്തി പറഞ്ഞു. ഓ എൻ്റെ കുഞ്ഞേ, നിന്നെ കണ്ട് ഞാൻ തോറ്റു. ഇത്രയും നേരം നീ ഇതാലോചിച്ചാണോ കിടന്നിരുന്നേ? മറുപടിയായി വർണ്ണ അവൻ്റെ നെഞ്ചിൽ ഒന്നും വെച്ച് അവനിലേക്ക് ചേർന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ മുത്തശ്ശിയും ധ്രുവും തിരിച്ചെത്തി. അവർ വന്നതും ദത്തൻ പോവുകയും ചെയ്തു. ദത്തൻ വന്ന് പിണക്കം മാറ്റിയ സന്തോഷം വർണ്ണയെ തെളിഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ പതിവിലെ ഉന്മേഷത്തോടെ വർണ്ണ മുത്തശ്ശിയുടെ പിന്നാലെ നടന്നത്. 2 ദിവസം ഡ്രൈവിങ്ങിൻ്റെ ക്ഷീണമൊക്കെ ആയതിനാൽ ധ്രുവിയും ഹോസ്പിറ്റലിൽ പോയിരുന്നില്ല. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അന്ന് രാത്രി ദത്തൻ വന്നില്ലെങ്കിലും അവൻ ഫോൺ ചെയ്ത് വർണ്ണയ്ക്ക് ആശ്വാസം നൽകിയിരുന്നു.
പിറ്റേ ദിവസം ധ്രുവി ഹോസ്പിറ്റലിൽ പോകും ഇറങ്ങുമ്പോഴാണ് പതിവില്ലാത്ത ഒരു കാർ മുറ്റത്ത് വന്ന് നിന്നത്. അവൻ സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. കാറിലെ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്നും മുത്തശ്ശിയും പുറത്തേക്ക് വന്നു. കാറിലെ കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കണ്ട് ധ്രുവിയുടെ മുഖം ഒന്ന് വിടർന്നുവെങ്കിലും അത് അവൻ പുറത്ത് കാണിച്ചില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാവേ. ബൈ. താങ്ക് യു.